عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآل كل الصحابة الفائزين، أما بعد. قال الله تعالى في القرآن المجيد: بسم الله الرحمن الرحيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. قال الله عز وجل. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അല്ലാഹു തആലയുടെ ശക്തിയും അല്ലാഹു തആലയുടെ വ്യവസ്ഥകളും അല്ലാഹു തആലയുടെ സാമർത്ഥ്യവും എല്ലാം അർത്ഥാക്കുക വേണ്ടിയിട്ട് ആ മുഖാന്തരം ഈ ലോകത്തെ ഭരിക്കടെ ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഏക ഇലാഹ് ളുടെ ആ ഒരു തത്വത്തും കൂടി പരിപാടി രംഗത്ത് വിഷയങ്ങളാണ് തന്നുകൊണ്ടുള്ളത്. രണ്ട് ഉദാഹരണങ്ങൾ ചെന്നിട്ട് മൂന്നാമത്തെ ഒരു തെളിവും കൂടി അല്ലാഹു തആല ചെന്നത് എന്തിനായിരിക്കട്ടെ, കപ്പളായിരിക്കട്ടെ. നിറഞ്ഞ് ആൾമാരെ കൊണ്ടും മനുഷ്യന്മാരെ കൊണ്ടും അതേപോലെ നിങ്ങളെ ചരക്കുകളെ കൊണ്ടും നിറഞ്ഞെങ്കത്ത് ആ കപ്പലിൽ നിങ്ങളെ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമന്നിട്ട് കൊണ്ടുപോകണ്ടു. അഥവാ കപ്പൽ നിങ്ങൾക്ക് യാത്രാ വ്യവസ്ഥയാക്കി തന്നത്. ആഴമേറിയ സമുദ്രത്തിൽ അടിക്ക് പോയാൽ പിന്നെ എനിക്കൊവസ്ഥ അടി കണ്ടുപിടിക്കുക സുലാഭില്ലാത്തത്ര വലിയ വിശാലമായ കടലിൽ ഒരു മർത്യപൂല് കൊണ്ടു അള്ളാഹു നിങ്ങൾക്കാകണമെങ്കിലത്തെ വ്യവസ്ഥകൾ നിങ്ങൊന്ന് ഓർത്തിട്ടു. അള്ളാഹു തന്നെ ആ ഒരു നിഅമത്തിനെ ഓർത്തിട്ടു നിങ്ങൾ അള്ളാഹുടെ തൗഹീദും ശുക്റും നിങ്ങൾ നല്ലതുപോലെ ആക്കണം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പരിപാടിയുടെ ആശയം. കപ്പൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ തന്നരെ, അതേപോലെ ലഹും ആ മനുഷ്യന്മാർക്ക് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തറ മിസ്ലിഹി കപ്പൽ പോലത്തെ പലതും അല്ലാഹു തആല ആക്കി തന്നറ. കപ്പൽ പോലത്തെ പലതിൽ നിന്നിട്ടും ആയർക്കബൂൻ അങ്ങനെ വാഹന കയറിനെ പോലത്തെ അങ്ങ് പത്തര പോലത്തെ അങ്ങ് സഞ്ചരിക്കുന്ന പോലത്തെ പലതും ആക്കിയത്. കപ്പൽ മാത്രമല്ല, തന്നിൽ പോണ്ടത് പല നിലക്കുള്ളതുണ്ട്. അതെല്ലാം കപ്പൽ ഞങ്ങൾ ചൊല്ലാം. പേരെന്തിനങ്ങ വെച്ചെങ്കിലും അത് കപ്പലിൻ്റെ സ്ഥാനം ഈ ആയത്തിൽ പണ്ട്. ഇനി കപ്പോൾ അല്ലാത്ത വലിയ വലിയ നിലക്കുള്ളതായ വ്യവസ്ഥകൾ, അപ്പോൾ അത് വേറെ യാത്രാ വ്യവസ്ഥകൾ ഉദ്ദേശിച്ചതായിരിക്കും. ഫ്ലൈറ്റ് പോലത്തത്, റോക്കറ്റ് പോലത്തത്, അതേപോലെ ഭൂമിയിലുള്ള എങ്കത്തെ വാഹനങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചിട്ടായിരിക്കും ഖുർആൻ ചൊല്ലെ. പ്രത്യേകിച്ചിട്ട് കപ്പലിൻ്റെ സെയിമായിട്ട് ഭൂമിയിലുള്ള വലിയൊരു വാഹനമായിട്ടിട്ട് വൺട ചൊല്ല്. വൺടയെ സംബന്ധിച്ചുള്ള നിലത്തിലുള്ള കപ്പലുണ്ടാണ് വൺടയുടെ ചൊല്ല്. നിലത്തിലുള്ള കപ്പലുണ്ട്. അപ്പോൾ വൺട ചൊല്ലത് അങ്ങനത്തെ ഒരു എന്തായിരിക്കട്ടെ, ഒരു കപ്പലിന് സമാനമായ സരക്കുകൾ എടുത്തുകൊണ്ട് വസ്തുവായിരിക്കട്ടെ. അണ്ടത്തെ വലിയ ലോറിയാണ് വൺട ചൊല്ലത്. എത്രയോ ദൂര രാജ്യത്തേക്ക് ഒരുക്ക തന്നി കൊടുത്താൽ മതിയാവും. പിന്നെ എത്രയോ നാളുക ആ തന്നിൽ ജീവിക്കട പോലത്തെ ചൊമ്മ സവിശേഷത്തെ ഉള്ളെങ്കിലത്തെ ഒരു മൃഗമാണ് വൺട ചൊല്ലത്. അപ്പോൾ അതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതുപോലത്തെ പലതിനെയും സൃഷ്ടിച്ച് തന്നത്. അപ്പോൾ ചുരുക്കി ചെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബരടു ഭൂമിയുടെ എന്തുമില്ലാത്ത ഭൂമിയിലെ ഹയാത്താക്കിയ സംഭവങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് മൈഷത്തിലെ വ്യവസ്ഥയാക്കി തന്നിരു ചെന്നിട്ടും അതിൽ പിന്നെ കാത്തുകളെയും സമുദ്രങ്ങളെയും കപ്പലുകളെയും അതുപോലെ സൂര്യങ്ങളെയും ചന്ദ്രങ്ങളെയും ഇതെല്ലാത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് വേണായ പോലെ വ്യവസ്ഥയാക്കിക്കൊണ്ടു തന്നിരു ചെന്നിട്ടുള്ള ശൈലിയാണ് ഖുർആൻ പോയിക്കൊണ്ടുള്ളത്. പക്ഷേ ഇത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ശുക്ർ റബ്ബുരട്ടിയ ക്ഷമ വേണം. ഇത് ഖുർആൻ്റെ ഈ ജാഗയിൽ ഈ നിഅമത്താണ് ചെന്ന്. ഇതല്ലാത്ത എത്രയോ നിഅമത്തുകൾ ഖുർആൻ്റെ ഓരോരോ ജാഗയിൽ അല്ലാഹു തആല ചെന്നുകൊണ്ടിരിക്കും. ഈ കപ്പലിൻ്റെ വിഷയത്തിൽ ഖുർആൻ പ്രത്യേക ചൊല്ലേ, നങ്ങമീത്ത് വിയാർച്ചാറുണ്ടായെങ്കിൽ നുഗ്രിഖുഹും മനുഷ്യന്മാരെ നിങ്ങൾ മുക്കിട്ട് കൊള്ളുക, മുക്കിട്ട് കളയുക.
അതും നമുക്ക് സാമർഥ്യമുണ്ട്. കപ്പലിൽ നിങ്ങൾ പോണ്ടേക്കും നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങളെ കപ്പലിൻ്റെ അഡ്രസ്സ് അയക്കല, മനുഷ്യന്മാരുടെ അഡ്രസ്സ് അയക്കല, അതും നമുക്ക് തീരും. പക്ഷെ അങ്ങനെ മീത്തു ആരെങ്കിലും ഒക്കെ ഉദ്ദേശിച്ചെങ്കിൽ ഫല സ്വരീഖലഹും, പിന്നെ അങ്ങളെ സഹായിക്കടെ ഒരാളും ഈ ലോകത്തിലേക്കല. കപ്പൽ മീത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിൻ്റെ നങ്ങമീത്ത് മുക്കൊക്കെ മീത്ത് വിചാരിച്ചാണ്ടായെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ഇലാഹിനെ വിളിച്ചിട്ടാ, നിങ്ങൾ ഒരു സഹായിയെ വിളിച്ചിട്ടാ സഹായിക്കുക സാധ്യമില്ല. അങ്ങനത്തെ ഒരു മുക്കലായിരിക്കും, അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും. വലാഹും യുംതദൂൻ, അങ്ങളെ രക്ഷപ്പെടുത്തുകയും സാധ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പളൂച്ചുള്ള നിയമത്ത് തന്നിരക്കോ അഹങ്കരിച്ച് നടക്കേണ്ട ദുനിയാവല്ലോ. അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ മീത്തു റബ്ബ് തന്നെ ഉണ്ടായെങ്കിൽ, ശുക്രില്ലാണ്ട് നിങ്ങൾ ജീവിച്ചാറുണ്ടായെങ്കിൽ കപ്പൽ മുക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുക ഒരു വ്യക്തിയും കിട്ടല. ലോകത്തെ അനുഭവങ്ങളാണ്. എന്തെല്ലാം നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പൽ മുക്കിയ ചരിത്രങ്ങളുണ്ട്. എത്ര ആൾമാർ എങ്ങനത്തെ ആൾമാർക്ക് അതുകൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതുണ്ട്. ഫോട്ടോ 1912 ഇസവിൽ നടന്നെങ്കത്തെ ടൈറ്റാനിക് കപ്പൽ പതനം, അത് എത്ര വലിയൊരു സംഭവമായിരിക്കും. എങ്ങനത്തെ സംഭവം അതേ ഒന്ന് നങ്ങമീത്ത് മുക്ക ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ സഹായിയായിട്ട് ആറ് കിട്ടല, ഒരു രക്ഷയും കിട്ടല. അതല്ലേ ലോകത്തിൽ അല്ലാഹു തആല കാട്ടിക്കൊടുത്ത്. ടൈറ്റാനിക് ചൊല്ലെങ്കത്തെ ഷിപ്പ് അൺസിങ്കേബിൾ ഷിപ്പ് കൊണ്ടാണ് അതിലറിയപ്പെട്ട്. അൺസിങ്കേബിൾ ചൊന്നെങ്കിൽ ഒരിക്കലും നാശനഷ്ടങ്ങൾ വരാത്ത, ഒരു ആക്സിഡൻറ്റുകൾക്ക് വിധേയമാവാതെങ്കത്തെ കപ്പലുണ്ടറിയപ്പെട്ടത്. അങ്ങനത്തെ എഞ്ചിനീയറിങ് അങ്ങനത്തെ നിലക്കുള്ള അതിലെ സെറ്റപ്പും ആക്കിയെങ്കത്തെ കപ്പലായിരിക്കും. പോണാറ് വാട്ടർ ടൈറ്റ് ചൊന്നെങ്കത്തെ പ്രത്യേകമായ ഒരു ഇരുമ്പുകളെ കൊണ്ട് അത് നിർമ്മിക്കപ്പെട്ടത്. എന്നിട്ട് അതിലുള്ള ഓരോരോ വ്യവസ്ഥകൾ, അത്യാധുനിക വ്യവസ്ഥകളാണ്. 3 വർഷങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടെങ്കത്തെ കപ്പൽ അണ്ടത്തെ $7.5 മില്യൺ ചിലവാക്കിയിട്ടുണ്ടാക്കപ്പെട്ട കപ്പലായിരിക്കും. വലിയ ഒരു സംഭവങ്ങൾ ആ കാലത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇണ്ടതിൻ്റെ പേരിൽ ഫിൽമാക്കിയിട്ടും പലതുമാക്കിയിട്ട് ആൾമാർക്ക് ആ സന്ദേശം എത്തുപാട്ടിക്കൊണ്ടുള്ളാറ്. പക്ഷെ എന്നാലും അതിൽ ചൊമ്മനങ്ങ പഠിക്കുള്ള സംഭവങ്ങളായിട്ട്. എന്നിട്ട് അങ്ങനത്തെ ഒരു കപ്പൽ ലോകത്തിലെ വന്നിട്ടില്ലാണ്ടാണ് അങ്ങനെ ചൊല്ലെ. അൺസിങ്കേബിൾ അഥവാ ഒരിക്കലും ഒരു അപഘാതവും വരാത്ത ഫുൾ സേഫ്റ്റി ഉള്ള കപ്പലായിട്ട്. അതുകൊണ്ടായിട്ട് വെറും അങ്ങ് അത്രയും ധൈര്യമുള്ളത് കൊണ്ടായിട്ട് ആ കപ്പലിൽ അങ്ങ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു വേറെന്തെങ്കിലും വ്യവസ്ഥ ആക്കിയിട്ടില്ല. സാധാരണ എന്തായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് ബോട്ട് വെച്ചുകൊണ്ടിട്ടുണ്ട്. കാലി ഇരിയോ ലൈഫ് ബോട്ട് വെച്ചിട്ടാണ് അപ്പോൾ അത്ര ധൈര്യമാണ്. കപ്പലിൽ ജനറായിരുന്ന ഒരാൾമാറാണ്. എന്നിട്ട് അങ്ങ് കാലി ഒരു ചെറിയൊരു നിലക്കുള്ള ഒരു ഇരിയോ ലൈഫ് ബോട്ട് വെച്ചിട്ട് എന്താക്കുക, അത്ര ധൈര്യം, അത്ര നമുക്ക് അഹങ്കാരങ്ങളും ആ നിലക്ക് അങ്ങനെ സാമർത്ഥ്യം അങ്ങനെ മുന്നറിയിച്ച് എല്ലാ സ്വിമ്മിങ് വ്യവസ്ഥകളും ജിം വ്യവസ്ഥകളും എല്ലാ ഐഷാരാമിയായ എല്ലാ വ്യവസ്ഥകളും AC-കളും എല്ലാം ഇന്നെങ്കത്തെ കപ്പലായിട്ട്. ഫുഡുകളും വളരെ സെറ്റപ്പുള്ള ലോകത്തിൽ അങ്ങനത്തെ ഇറങ്ങിയിട്ടില്ലാണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ആ കപ്പൽ ടൈറ്റാനിക് ചൊല്ലെങ്കത്തെ കപ്പൽ എന്തിനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്നിട്ട് പുറത്ത് വന്നെങ്കത്ത് ആ കപ്പൽ എന്തായിട്ട് അമേരിക്ക ന്യൂയോർക്ക് ഉദ്ദേശിച്ച് പോയെങ്കത്തെ കപ്പലായിട്ടുണ്ട്. എന്ത് സംഭവിച്ചിട്ട് ലോകത്ത് എല്ലാവർക്കും പാടവിടെ പോലത്തെ ഒരു പാഠമാണ് ആ കപ്പൽ കാട്ടിയത്. ഏപ്രിൽ 10, 1912 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ ചൊല്ലെ ജാഗ്യത്തെ പുറപ്പെട്ടിട്ട് ന്യൂയോർക്ക് സിറ്റി ഉദ്ദേശിച്ചിട്ട് പോയത് കപ്പൽ വെറും 5-4 കൊണ്ടിട്ട് ഏപ്രിൽ 15 ഒരു ഐസിലെ കിട്ടാകുമ്പോൾ അതിരെ തടുക്കോ സാമർത്ഥ്യം ഇല്ലാതെ കപ്പൽ 100 മാത്രം അല്ല. പിന്നെ ആ കപ്പൽ എവിടെ പോയിടേണ്ടി വരെ അഡ്രസ്സ് എത്രയോ വർഷങ്ങളിൽ കിട്ടില്ല. അതിൽ 1500 ആൾമാർ അപ്പമേ ജീമ അങ്ങനത്തെ പോയിട്ട് 1500 ആൾമാർ ജീമ അപ്പലേ പോയിട്ട്. പിന്നെ ആ ഒരു കപ്പലിൻ്റെ ഒരു എന്തായിട്ടിക്കടെ ഒരു ചെറിയ അവശേഷം കണ്ടുപിടിച്ചത് എപ്പോൾ കൊണ്ടുണ്ടാ. അത്ര വലിയ അഹങ്കാരികളായ ആൾമാർ അതിൽ ഒരു അങ്ങനെ ഏകദേശം ആൾമാരെ ജന്മമേ നശിച്ചിട്ട് അത് ഉണ്ടാക്കിയ ആൾമാരും എല്ലാവരും ഏകദേശം ജീവല്ല പോയിൽ പിന്നെ ആയിട്ട് 1985 അതിലെ ചില അവശേഷങ്ങൾ കണ്ടുപിടിച്ചാൽ 1985 1912 കപ്പലിൻ്റെ 1985 അൺസിങ്കേബിൾ കപ്പൽ
ഓരോ അപഘാതവും ആവാത്ത കപ്പൽ ചെന്നറിയപ്പെട്ട കപ്പലിന്റെ ദുസ്ഥിതി 1500 ആളെ ജീമത് ബലിയാക്കി ഇങ്ങനത്തെ കപ്പലായിട്ടുണ്ട്. എന്നിട്ട് 2023 ഈ മുട്ടത്ത് കേട്ടെങ്കത്തെ വിഷയമായിട്ട് പ്രത്യേകമായ ഒരു ആകൃതിയിലുള്ള ഒരു മീനാകൃതിയിലുള്ള ഒരു വസ്തുവിലൂടെ 5 ആൾ ആ കപ്പൽ നോക്ക് വേണ്ടി കൊണ്ടാറ്. ആ നോക്ക് പോയിട്ട് 3/4 ഗಂಟೆಲೆ അങ്ങനെയും ചീമ കൊണ്ട് അഡ്രസ് ഇല്ല. അത് അത്ര സുലാഭല്ല. അതിന് മുട്ടത്തുക വരെ എത്തുക ആൾമാരെ വിട്ടുകൊണ്ടില്ല അള്ളാഹു അല്ലെ. അത്ര എങ്ങനത്തെ വ്യവസ്ഥ വലിയ പൈസകാരാണ്. ആ ടൈറ്റാനിക്കിൽ നിന്നതും വലിയ അണ്ടത്തെ അഗർഭ ശ്രീമന്തന്മാരാണ്, അറിയപ്പെട്ട അണ്ടത്തെ മുതലാളിമാരാണ്, വലിയ ലോകമറിയപ്പെട്ട പണക്കാരാണ് അതിൽ പോയത്. അല്ലാത്തങ്ങളെ കൊണ്ട് അത് യാത്രയാക്കാൻ സാധ്യമില്ല. അത്ര $, അതിക്ക് പൈസ കൊടുക്കൊണ്ട് യാത്രയാക്കുക. അതേപോലെ ഇപ്പുറത്ത് ഞങ്ങൾക്ക് 2023 ആ കപ്പൽ നോക്ക വേണ്ടി പുറപ്പെട്ടത് 10,000 വലിയ പൈസക്കാരായിട്ടിന്നാറ്. പക്ഷേ ആ കപ്പലുകൾ നോക്കോ മാത്രമല്ല 3/4 ഗಂಟೆಲೆ അങ്ങനെ ജീവവും അസ്തമിച്ചു പോയിട്ടുണ്ടായിട്ട്. അപ്പൊ ചുരുക്കി അള്ളാഹു ചൊന്നേണ്ട, അള്ളാഹു മനസ്സാക്കിയെങ്കിൽ അള്ളാഹു വിചാരിച്ച നിങ്ങൾ എങ്ങനത്തെ കപ്പലല്ല എങ്ങനത്തെ വിജ്ഞാനിമാർ കണ്ടുപിടിച്ചതും ഒരു പോവും ഞങ്ങൾ അതിനെ മുക്കിക്കളയിട. പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ ആള് കിട്ടല, പിന്നെ നിങ്ങൾക്ക് സഹായ വേണ ഇല്ല. റഹ്മതം മിന്നാ, ഞങ്ങളുടെ ഭാഗത്തിലുള്ള കിർഫ നിങ്ങൾക്ക് കിട്ടട്, ഞങ്ങളുടെ ഭാഗത്തുള്ള റഹ്മത്ത് മാത്രമേ നിങ്ങളെ രക്ഷിക്കടേ. ഞങ്ങളുടെ ഭാഗത്തുള്ള സുഖങ്ങൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷക കിട്ടേ. ഇലാഹീൻ അള്ളാഹു ഉദ്ദേശിച്ചെത്ര ടൈം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലൊരു ഹലാക്ക് തര ഉദ്ദേശിച്ചെങ്കിൽ അതിരെ ആ രക്ഷപ്പെടുത്തവും അള്ളാഹുടെ റഹ്മത്തും അള്ളാഹുടെ സഹായം മാത്രമേ ഉള്ളേ. അല്ലാണ്ട് നിങ്ങളെ കൊണ്ടിട്ട് ഒരു നിലക്കും രക്ഷപ്പെടുക സാധ്യമേ ഇല്ല. ഇല്ല റഹ്മത്ത്, റബ്ബുടെ റഹ്മത്ത് വേണോ. ചൊമ്മ പഠിക്കുള്ള വിഷയം കപ്പലൊരു ഉദാഹരണമായിരിക്കും. എല്ലാവർക്കും ഉള്ള പാടെ എങ്ങനത്തെ സാമർത്ഥ്യം ഞങ്ങൾക്കും, എത്ര സ്വത്ത് ഞങ്ങൾ ഇട്ടിക്കും, എത്രേ നിലക്കുള്ള നിയമത്ത് ഞങ്ങൾ ഇട്ടിക്കും, എങ്ങനത്തെ കോട്ട ഞങ്ങൾ ഇട്ടിക്കും. പക്ഷേ അള്ളാഹു വിചാരിച്ചെങ്കിൽ സെക്കൻഡുകൾ വേണ്ട. അള്ളാഹു വിചാരിച്ചേണ്ടെങ്കിൽ അതിരെ നിഷ്ഫലാക്കുക. പായത് കൊണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ അവലംബിക്കണായത് ഞങ്ങളെ ശക്തിയാ, ഞങ്ങളെ പൈസമാ, ഞങ്ങളെ സ്വത്താ, ഞങ്ങളെ അധികാരമാ, ഞങ്ങളെ കഴിവാ, ഞങ്ങളെ ബുദ്ധിയാ, ഓരും ഞങ്ങളെ ഒന്നര മേലും ഞങ്ങൾ അവലംബിക്കുക. ഇല്ല റഹ്മതം മിന്ന, അള്ളാഹുടെ ഭാഗത്തുള്ള റഹ്മത്ത്. ഇത് വലിയ പാടായിട്ട് നിങ്ങൾക്ക് ആ റഹ്മത്ത് മാത്രമേ നിങ്ങൾക്ക് സംരക്ഷണയാക്കിട്ട്, അല്ലാത്ത വേറെ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് എന്താക്കുക സാധ്യമില്ല. ഇനിയും ഖുർആൻ ഞങ്ങളെ സംബന്ധിച്ചിട്ട് കാഫിരീങ്ങളെ സംബന്ധിച്ച് ചൊല്ലു. മക്ക കാഫിരീങ്ങളെ വിഷയങ്ങൾ ആ മക്ക കാഫിരീങ്ങളിട്ടും ഈ താരെങ്കിലും ചൊന്നാറുണ്ടായെങ്കിൽ ഇത്തഖൂ മാ ബൈന ഐദീകും, നിങ്ങളെ മുൻഭാഗത്തിൽ പണ്ടെങ്കത്തെ പലതിരെയും നിങ്ങൾ ജാഗ്രതാക്കോറോ. നിങ്ങളെ എതിർഭാഗത്തിൽ പണ്ട് പല ശിക്ഷകൾ. അതിലെ ഉദ്ദേശ മുൻകാല പൂർവകാല ഉമ്മത്തിങ്ങൾക്ക് അകലെ പ്രവാചകന്മാരെ കളമാക്കിയിട്ടാകുമ്പോൾ ആ പ്രവാചകന്മാർക്ക് ഉപ്പത്തിലാക്കിയിട്ടാകുമ്പോൾ അങ്ക് ബന്ധങ്കത്തെ ശിക്ഷകളുണ്ടോ ഒന്ന് ഓർത്തു നോക്കോറോ. ആ മുർസലീങ്ങളെ കളവാക്കിയത് കൊണ്ട് അങ്ക് ഇറങ്ങിയെങ്കത്തെ വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ അതൊന്നും നിങ്ങൾ ജാഗ്രതാക്കോറോ, അതിലൊന്നും നിങ്ങൾ ഓർക്കോറോ. ഒമാ ഖൽഫക്കും, നിങ്ങളെ ആഖിറത്ത് പിൻകാലത്ത് നീങ്ങും പണ്ട് നിങ്ങളെ ഹലാക്കുകളും നിങ്ങളെ ആഖിറത്ത് ശിക്ഷകളും ചൊമ്മ നിങ്ങൾ ചൊന്നുറ. ഇതെല്ലത്തെയും നിങ്ങളൊന്ന് ഓർക്കോറോ, അതിൽ നിങ്ങൾ ജാഗ്രതാക്കോറോ. എന്നിട്ട് നിങ്ങൾ അള്ളാഹു ചെന്ന പ്രകാരമേ ജീവിക്കോറോ. അതെല്ലാം ഓർത്തിട്ടു അത് പഠിച്ചിട്ട് അതേപോലെ ജീവിക്കോറോ. ഇങ്ങനെ മീറ്റു അങ്ങനെ മീറ്റു ചൊന്നേണ്ടായെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുടെ ഭാഗത്തുള്ള റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടുക വേണ്ടിയിട്ട്. അള്ളാഹുടെ ഭാഗത്തിൽ നിങ്ങൾക്ക് റഹ്മത്ത് വേണം. ആ റഹ്മത്തിനെ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ എന്താക്കോറോ, അള്ളാഹുടെ ഭാഗത്തിൽ വേണ്ട അദാബിടെ നിങ്ങൾ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കോറോ. അതിൽ ഇത്തക്കൂ ജാഗ്രതാക്കോറോ ചെന്നിട്ടു. മനുഷ്യന്മാരുടെ അങ്ങനത്തേക്ക് ഇത് ചൊന്നാറുണ്ടായെങ്കിൽ എന്നാലും അങ്ങനെ ഒരു ഫലം അങ്ങനത്തേക്ക് കിട്ടില്ല. എത്ര ചൊന്നെങ്കും അതിൽ ഒരു ഫലവും അങ്ങനത്തെ കിട്ടില്ല. ആറോ അങ്ങ് ബാക്കടിക്കിടാറ്. എത്ര ചൊന്നെങ്കും ഈ വാതുകളെ കൊണ്ടിട്ടു അങ്ങനെ ആ ആദത്ത് പ്രകാരമേ അങ്ങ് ബാക്കടിക്കിടാറ്. അസ്ബമാഴ്ത്താതു അങ്ങ് ആദത്താക്കിയ പ്രകാരമേ അങ്ങ് ജീവിക്കുവാറ്. ഒമീഹിം അങ്ങ് വന്നിട്ടില്ല മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും മിൻ ആയാത്തി റബ്ബിഹിം റബ്ബുടെ മാർഗത്തിലുള്ള അള്ളാഹുടെ അത്ഭുതങ്ങളായ പല ദൃഷ്ടാന്തങ്ങളും അങ്ങ് വന്നിട്ടില്ല. ഇല്ല കാണൂ അങ്ങായിട്ടല്ലാണ്ട് അങ്കാമോറ് നീൻ അതിരെ തൊട്ടിട്ട് പെരപടിച്ചിട്ടല്ലാണ്ട്.
ഈ ലോകത്തിൽ ഇപ്പോൾ ചെന്ന കപ്പലുകളെയും സൂര്യങ്ങളെയും ചന്ദ്രങ്ങളെയും അതുപോലെ ആകാശരാശികളെയും എത്ര ഉദാഹരണങ്ങൾ എടുത്തിട്ട് ചില കാഫിരീങ്ങൾക്ക് ചെന്നേണ്ടായെങ്കിൽ അങ്ങനെ എന്തു ചെന്നെങ്കും അള്ളാഹുടെ കുദ്റത്തും അള്ളാഹുടെ ഏകാന്തവും എല്ലാത്തെ വിഷയം അർത്ഥാക്കി കൊടുത്തെങ്കും താരിക്കീന അതിനങ്ങ് നല്ലതുപോലെ ചിന്തിക്കില്ല, തലക്കെടുക്കില്ല. എന്നിട്ട് ഈമാന് ചൊല്ലൊരു വിഷയം അങ്ങ് വേണ്ടേ ഇല്ല. അപ്പോൾ ലോകത്തിലുള്ള ഏത് അള്ളാഹുടെ സിഫത്തുകളും എന്ത് അങ്ങ് അർത്ഥാക്കിയിട്ട് അള്ളാഹുടെ കുദ്റത്ത് അർത്ഥാക്കിയിട്ടും തലക്കെടുക്കാണ്ട് ലോകത്തെ പെരുത്തിലേ അങ്ങ് പോയിക്കൊണ്ടുള്ളാറ്. ഇനിയോ വൈദാ തീരലകും അങ്ങലിട്ട് മീറ്റു ആരെങ്കിലും ചൊന്നാറുണ്ടായെങ്കിൽ ഈ നിലക്കുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്ന ആൾമാരൊട്ടിക ആരെങ്കിലും ചൊന്നാറ് അംഫിഖോ പാവത്തെങ്ക് നിങ്ങതല്ല് സ്വതക കൊടുക്കോറു, കഷ്ടമുള്ളങ്ക് പട്ടിണി ഉള്ളങ്ക് പ്രയാസമുള്ളങ്ക് ബുദ്ധിമുട്ടുള്ളങ്ക് നിങ്ങെന്തെങ്കിലും ചിലവാക്കോറു ചെന്നിട്ടു അങ്ങ് മീറ്റു അങ്ങലിട്ടിക മീറ്റു ആരെങ്കിലും ചൊന്നാറുണ്ടായെങ്കിൽ എവിടനെ ചിലവാക്കടേ നിങ്ങളെ സ്വന്തത്തെ അല്ല മിമ്മാ റസഖകുമുല്ലാ നിങ്ങൾക്ക് റബ്ബ് തന്ന റിസ്കായിട്ടിക്കട് നിങ്ങളെ എന്ത് സ്വത്തുകളും നിങ്ങളെ കച്ചവട ചരക്കുകളും നിങ്ങളെ കൃഷികളും നിങ്ങളെ എല്ലാ സ്വത്തുകളും അത് നിങ്ങൾക്ക് റബ്ബ് തന്നതായിട്ടിക്കട്. ആ റബ്ബ് തന്നെങ്കിൽ നിയമത്തിലെ പാവത്തെങ്കിൽ നിങ്ങൾക്ക് കൊറിയ കൊടുക്കോറു ചെന്നേണ്ടെങ്കിൽ ഖാലല്ലദീന കഫറു നിഷേധിക്കട് ആൾമാർ ചൊല്ലാറ് ലില്ലദീന ആമനു സത്യവിശ്വാസികളായ ആൾമാരൊട്ടിക തമാശാക്കിയിട്ട് അങ്ങനെ ആ ഒരു വിഷയത്തിൽ അങ്ങ് ചൊല്ലാറ് എന്തിനായിട്ട് അനുത്ഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അനുത്ഇമു നങ്ങ ആഹാര തർണ ഞങ്ങളെ സ്വത്ത് നങ്ങ ആഹാര തർണ ഞങ്ങളെ സ്വത്ത് അതിൽ നിങ്ങൾ ആഹാര തർണ മൻ കൊരി ആൾമാർക്ക് ലൗ യശാഉല്ലാഹു അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ അത്അമഹുക്ക് ആഹാരം കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ആൾമാർക്ക് ഞങ്ങെന്തിക്ക് തരണു അല്ല വിചാരിച്ചെങ്കിൽ അല്ല കൊടുക്കില്ലേ, ഞങ്ങെന്തിക്ക് തരണു. ഇതൊരു തമാശ ആക്കിയിട്ട് ചൊല്ലേ നിങ്ങൾ ചൊല്ലാറില്ലേ അള്ളാഹു തആല തൻ്റെ അള്ളാഹുക്ക് കുദ്റത്തുണ്ടോ അള്ളാഹുക്ക് ശക്തിയുണ്ടോ അള്ളാഹുടെ റിസ്ക് നിങ്ങൾ ചൊല്ലാറില്ലേ. അപ്പം അള്ളാഹു വിചാരിച്ചതാക്കുന്നുണ്ടായെങ്കിൽ ഞങ്ങളിട്ട് എന്ത് കേൾക്കടേ അള്ളാഹു എനിക്ക് തണ്ടില്ലേ ചെന്നിട്ടു പരിഹാസഹീനായമായിട്ട് മുസ്ലിമീങ്ങളെ അങ്ങ് തമാശാക്കിടാറ്. എല്ലാ ആൾമാർക്കും ഇസ്ലാം ദീൻ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ്റെ ആജ്ഞയുണ്ട്. പാവത്തെങ്കിൽ നിങ്ങൾ സദഖ കൊടുക്കോറു, നിങ്ങൾ ആരെയും എന്താക്കണ്ട അവഗണിക്കണ്ട ചെന്നിട്ടു. അങ്ങനെ ചൊല്ലുമ്പോൾ അങ്ങ് ചൊല്ലേ നിങ്ങളെ അള്ളാഹു വലിയ അഗ്നിയ അല്ലേ, പണക്കാരനല്ലേ. ആ പണക്കാരൻ ആരെ വേണമെങ്കിലും ഇസ്സത്തിലാക്കില്ലേ, ഏത് കഷ്ടത്തോണ്ടും മേലിടില്ലേ. ഇതല്ലേ നിങ്ങളെ ആശയ മുസ്ലിമീങ്ങളിട്ട് ചൊല്ല്. അപ്പോൾ ആയതുകൊണ്ട് ആ അള്ളാഹു താലമേ തരട്ടെ ഞങ്ങളിട്ട് എന്ത് കേൾക്കണോണ്ടാണ് ഞങ്ങളുടെ ചോദ്യം. എന്നിട്ട് അങ്ങ് ചൊല്ല് ഇൻ അൻതും നിങ്ങൾ ഇല്ല ഇല്ല ഫീ ളലാലിൻ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിലല്ലാണ്ട് അല്ല അങ്ങ് ചൊല്ല് നിങ്ങൾ ദുർമാർഗത്തിലാണുള്ളേ, നിങ്ങൾ നേരത്തിലുള്ളേ, നിങ്ങൾ ദുർമാർഗാച്ചുന്ന മുസ്ലിമീങ്ങളെ ആകെ കളവാക്കിയാണ്ട് തമാശാക്കിക്കൊണ്ടുള്ള അറിയിക്ക് ഖുർആൻ ഉത്തര ചൊല്ലു. പിന്നെ ഏതാണെങ്കിലും ഇത് അങ്ങൊരു ബാത്തിലായ ഒരു തെളിവാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ളത്. കാരണം ഒരു മനുഷ്യക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സ്വത്ത് കൊടുത്തു അവൻ്റെ അടിമയല്ലേ. ലോകത്തുള്ള എല്ലാവരും അടിമകളാണ്. അത് ആരാണെങ്കിലും മുഅ്മിനാണെങ്കിലും മുഅ്മിൻ അല്ലാത്ത എല്ലാവരും അള്ളാഹുടെ അടിമയാണ്. അങ്ങനത്തെ ഒരു അടിമകൾ അള്ളാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ടായെങ്കിൽ പിന്നെ അള്ളാഹു തിരിച്ചു കേട്ടേണ്ടായെങ്കിൽ അത് കൊടുക്കണേ. അടിമക്ക് കൊടുത്ത വസ്തുരെ ഓർക്ക കൊടുത്തിട്ട് താജ് നിങ്ങൾ തരണത് അത് ഉണ്ടാ തിരിച്ചു കൊടുക്കണം. അതിലെന്ത് ആക്ഷേപിക്കുകയില്ല. റബ്ബ് തന്നത് റബ്ബ് തിരിച്ചു കേൾക്കുമ്പോൾ കൊടുക്കണം. ഒന്ന് ഇതല്ലേ ഇതാണ് എന്തായിട്ടിക്കട്. അത് കൊണ്ടിട്ട് ഒരിക്കലും റബ്ബുടെ ഈ തീരുമാനത്തെ അങ്ങ് പരിഹസിക്കുമ്പോഴില്ല. റബ്ബ് കൊടുത്തത് അത് തിരിച്ചു കേട്ടും കൊടുക്കണം. റബ്ബുടെ അടിമയാണ്, റബ്ബാണ് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടുള്ളത്. ഹദീസിലുണ്ട് ലൗ ശാ അല്ലാഹു ലജഅലകും അഗ്നിയാ. അള്ളാഹു വിചാരിച്ചതിൻ്റെ നിങ്ങൾ അള്ളാഹു വലിയ പണക്കാരാക്കിടില്ല. ഫഖീറ ഫീക്കും ഒരു ഫക്കീറും നിങ്ങളിട്ട് ഇല്ലാണ്ട് അള്ളാഹു തആല ആക്കിട്. വലൗ ശാ അള്ളാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫക്കീറാക്കിട്. നിങ്ങളിട്ട് ഒരാളിട്ട് പൈസ ഇക്കല ജണ്ടും അള്ളാഹു തീർറ്. പിന്നെ അള്ളാഹു തആല ചില ആൾമാരെ പൈസക്കാരും ചില ആൾമാരെ പാവത്താക്കി എന്തെങ്കിലും കൈഫ അദ്മൽ അത്ഫൽ ഗനിയു വകൈഫ സബറൽ ഫഖീർ. മനുഷ്യന്മാർ ഈ ലോകാചുള്ളത് മനുഷ്യന്മാരെ പരിശോധിക്കുകൊള്ള രോഗമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ ഉള്ള ആൾ എത്ര പാവത്തങ്ങളിട്ട പള്ളിയിലൊട്ടിക നല്ല കാര്യത്തൊട്ടിക എത്ര കിരുഫ കാട്ടണം, എത്ര സദഖ കൊടുക്കണ, എത്ര സകാത്ത് കൊടുക്കണ അവൻ്റെ പരിശോധിക്കണോ.
അതേപോലെ ഫക്കീറായ കഷ്ടത്തുള്ള ആൾ എത്ര സബുറാക്കട, എത്ര ആ കഷ്ടത്തിന് വേണ്ടി സബുറാക്കട, ഇതെല്ലാം പരിശോധിച്ചിട്ട് അതിക്ക് തക്കതായ പ്രതിഫല ആഖിറത്തിൽ ആ ദുനിയാവില കൊടുക്കുക വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ശൈലിയിലാക്കിയിട്ട് എല്ലാവരും ഒരുപോലെ അല്ലാഹു തആല ആക്കിയിട്ടില്ല. അപ്പോൾ ഏതാണെങ്കിലും റബ്ബ് കൊടുത്ത നിയമത്തിൽ ഇങ്ങ വലിയ ആൾ പോലെ നിങ്ങൾ എങ്ങനെ അല്ലാഹു തആല അങ്ങനെ തമാശാക്കും പോലെ റബ്ബ് കൊടുത്തത് എപ്പോഴും തിരിച്ചെടുക്കുക. ഇനി യഥാർത്ഥത്തിൽ ഇങ്ങ മീത്തു ഈ ഒരു പലക്ക ഇപ്പം ചെന്നത് അള്ളാഹു വിയർച്ചെങ്കിൽ അള്ളാഹു തണ്ടല്ലേ ചൊല്ല ഈ പലക്ക മീത്തു മുഫസ്സിരീങ്ങ ചൊല്ലാറ് ഇങ്ങ കറക്റ്റ് ഉറപ്പോടുകൂടെയും കൽബിയുടെ അടിത്തട്ടിൽ നിന്നിട്ട് റബ്ബ് ഉദ്ദേശിച്ചെങ്കിൽ റബ്ബ് തറുവല്ലേ ചൊല്ല് ആ തവക്കുളുടെ ഭാഗമായിട്ടുള്ള അങ്ങേറ്റത്തെ ഒരു പലക്കമായിട്ട് ഇങ്ങ മീത്ത് ഇതേ പലക്കത്തെ ചൊന്നെങ്കിൽ ഇങ്ങ എന്താവാൻ താറ് മുഅ്മിനാവാൻ താറ് സ്വർഗ്ഗയ്ക്ക് കിട്ടാൻ തിങ്കി ഈ തൗഹീദിന്റെ ഭാഗമാവാൻ താ പലക്ക. പക്ഷേ അങ്ങ് ആ ഉദ്ദേശിച്ച് ചൊല്ലല്ല, അങ്ങ് റബ്ബിടെ കീഴാക്കിയിട്ട് മുഅ്മിനീങ്ങളെ തമാശാക്കിയിട്ട് അതൊരു ആ ശൈലിയിലാണ് ഇങ്ങനെ ചെന്നുകൊണ്ടുള്ള ഈ പലക്ക് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു തന്നിലേ ചെന്നിട്ടു. അല്ലാണ്ട് അള്ളാഹുരുടെ ആ വിശ്വാസം ഉള്ളത് കൊണ്ടിട്ട് എന്തുമല്ല, ഒരു റബ്ബിടെ തമാശാക്കിയിട്ട് മുഅ്മിനീങ്ങളെ തമാശാക്കി ചൊല്ലുക. അതുകൊണ്ടാണ് ഈ പലക്കങ്ങ് ചെന്നിട്ടും ഒരേ ഒരു അങ്ങ് എന്തില്ല പിന്നെയും നരക ശിക്ഷ എനിക്ക് യാരമാണ് വന്നുകൊണ്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് എല്ലാ ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കിയിട്ട് റബ്ബ് ചെന്നെതിരെ 100% അനുസരിച്ച് ജീവിക്കണം മുഅ്മിനീങ്ങൾ അല്ലാഹു തആല പെടുത്തട്ടെ. ഖുർആൻ ചെന്ന ഓരോരോ ഉദാഹരണങ്ങളും ഞങ്ങൾ ഈമാൻ യാറാക്കുക കാരണമാക്കി തരുമാറാകട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കട്ടെ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല തന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, എല്ലാ കഷ്ടങ്ങളെ തൊട്ട്, എല്ലാ നിലക്കുള്ള ബേജാറുകളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, കടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. മനസ്സുകും തടിക്കും ശാശ്വതമായ സമാധാനം നൽകുമാറാകട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിലെ മഹാഭാഗ്യം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ഫിലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായ സമാധാനാന്തരീക്ഷം കൊടുക്കുമാറാകട്ടെ. എല്ലാ ജാഗിലും മുസ്ലിം വിരുദ്ധ തീരുമാനങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.